കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതും വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററിൻ്റെ സെല്ലിംഗ് ഇൻറ്റൻസിറ്റിയിൽ കുറവ് വന്നതും ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിങ്ങിനെ സഹായിച്ചേക്കും. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.33% ഇടിഞ്ഞ് 22,397 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ സെല്ലിംഗ് സൈഡിലായിരുന്നെങ്കിലും 792 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 26ാമത്തെ ട്രേഡിംഗ് സെഷനിലും ബൈയിങ് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുകയും 1723 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്ക് വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ NSE അതായത് എക്സ്ചേഞ്ച് ASM സ്റ്റേജ് 1 ഉൾപ്പെടുത്തുകയും ചെയ്തു. HDFC മ്യൂച്വൽ ഫണ്ടിന് ഇൻഡസ്ഇൻഡ് ബാങ്കിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5% മുകളിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് NSE ഇൻഡസ്ഇൻഡ് ബാങ്കിനെ അഡീഷണൽ സർവൈലൻസ് മെഷർ സ്റ്റേജ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് GR ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന സ്റ്റോക്കാണ്. GR ഇൻഫ്ര പ്രൊജക്റ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 4263 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. NDC ഇൻഡസ്ട്രീസ് സോളിറ്റ്യൂഡ് ഫ്ലെയിം എന്ന കമ്പനിയുടെ സ്റ്റേക്ക് വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും പിൻവലിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ NDC ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് അമേരിക്കയിൽ സപ്ലൈ ചെയ്ത ലെവിട്രാസെറ്റം എന്ന ഇൻഫ്യൂഷൻ ബാഗിൽ മിസ് ലേബലിംഗ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ പ്രോഡക്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. തേജസ് നെറ്റ്വർക്ക് എന്ന കമ്പനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈഡിൽ നിന്നും 123 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് അതായത് PLI ഇൻസെൻറ്റീവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഫണ്ട് റേസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന 2 സ്റ്റോക്കുകൾ ഹിറ്റാച്ചി എനർജി ഇന്ത്യയും സെൻട്രം ഇലക്ട്രോണിക്സ് തുടങ്ങിയ 2 കമ്പനികളാണ്. ഹിറ്റാച്ചി എനർജി ഇന്ത്യയുടെ QIP അവസാനിച്ചിട്ടുണ്ട്. 11,507 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ 21.9 ലക്ഷം ഷെയറുകളാണ് കമ്പനി വിറ്റഴിച്ചത്. ഫണ്ട് റേസിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 2000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗും 19-ാം തീയതി വിളിപ്പിച്ചിട്ടുണ്ട്. യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സെക്യൂരിറ്റി റിസിപ്റ്റ് പോർട്ട്ഫോളിയോ വഴി 82 കോടി രൂപ യെസ് ബാങ്കിന് ലഭിച്ചിട്ടുണ്ട്. സീഗൽ ഇന്ത്യ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 923 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചു. ഇന്ന് സ്പൈസ് ജെറ്റ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 1.15 കോടി ഷെയറുകൾ ഓഫ് ലോഡ് ചെയ്യുകയാണ്. 45.34 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഓഫ് ലോഡിംഗ് നടക്കുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിലെ വിർച്വൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻവെസ്റ്റർ ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ 4.4 ലക്ഷം ഷെയറുകൾ 265 രൂപയ്ക്ക് സെൽ ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.